പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്ത് ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, വളരെ ഹൃദയസ്പർശിയായ ഒരു സുവിശേഷ ഭാഗം. ഇതൊരു യുവാവാണ് എന്ന് മറ്റു സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തൻ്റെ നിത്യജീവന് വേണ്ടി ഒരു അന്വേഷണവുമായി ഈശോയുടെ അടുത്ത് വന്ന ഒരു വ്യക്തി നിത്യജീവൻ കളഞ്ഞിട്ട് പോകുന്ന ഒരു അവസാന ഭാഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. നിത്യജീവന് വേണ്ടിയിട്ട് സ്വർഗം കാക്ഷിച്ചു വന്ന ഒരു വ്യക്തി ഈശോ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇതിലും ഭേദം എൻ്റെ ഈ ലോക ജീവിതമാണ് എന്ന് കരുതി ആ നിത്യജീവൻ നഷ്ടപ്പെടുത്തി, അത് വേണ്ട എന്ന് കരുതി ദുഃഖത്തോടെ സങ്കടത്തോടെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ വിവരിക്കുന്ന സുവിശേഷ ഭാഗം. സ്നേഹമുള്ളവരെ, ഒരു വ്യക്തി ഈ സുവിശേഷം പഠിപ്പിക്കുന്ന പ്രധാനമായ 3 പാഠങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത്, നമുക്കറിയാമല്ലോ, ഈ യുവാവ് ഈശോയോട് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ വരുന്നത് സ്വീകരിക്കാനുള്ള ഹൃദയത്തോടെയല്ല, സ്വയം നീതിമത്കരിക്കുന്ന ഒരു ഹൃദയത്തോടെയാണ് ഈ വ്യക്തി വരുന്നത്. ചില ക്ലാസ് എടുക്കുന്ന സമയത്ത് അധ്യാപകരോട് ചില കുട്ടികൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉത്തരം ലഭിക്കണമെന്നുള്ള സതുദ്ദേശത്തോടെയല്ല, എങ്ങനെ അധ്യാപകയെ ഒരു കുടുക്കിലാക്കാം, എങ്ങനെ അവരുടെ ക്ലാസ് തടസ്സപ്പെടുത്താം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ചോദ്യം ചോദിക്കുക. അപ്പോൾ എന്തുമാത്രം ഉത്തരം പറഞ്ഞാലും ഈ സാറ് തോൽക്കുകയുള്ളൂ. എന്നാൽ ഈ വ്യക്തിക്ക്, ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് ഈ ഉത്തരം സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹമില്ല, ജയിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സില്ല എന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? ഇവിടെ ഈ യുവാവിന് പറ്റാതാണ്. സ്വീകരിക്കണം, അതായത് യേശു എന്ത് പറഞ്ഞാലും സ്വീകരിക്കും എന്നുള്ളൊരു ചിന്തയോടെയല്ല അവൻ വന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇവൻ ചോദിക്കുന്ന ചോദ്യം അത് ഏറ്റവും അർത്ഥവത്താണ്. എന്താണ് എനിക്ക് കുറവ്? എനിക്ക് എന്താണ് ഒരു കുറവുള്ളത്? സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത്, അപകടം എന്ന് പറയുന്നത്, എനിക്ക് ഒരു കുറവുമില്ല എന്ന തോന്നലാണ്. ഞാൻ പൂർണ്ണൻ, സമ്പൂർണ്ണൻ, എല്ലാം തികഞ്ഞ വ്യക്തിയാണ് ഞാൻ എന്നുള്ള ചിന്തയുള്ളവർക്ക് ഒരിക്കലും ആത്മീയതയിൽ വളരാൻ കഴിയില്ല. അതാര് തന്നെയായാലും. ഒരു വ്യക്തിയുടെ ആത്മീയതയുടെ അളവുകോൽ എന്ന് പറയുന്നത് ആ വ്യക്തി എത്രമാത്രം തൻ്റെ തന്നെ കുറവുകൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ആത്മീയതയുടെ അളവുകോൽ. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ തന്നെ കുറവുകൾ, അത് മനസ്സിലാക്കുന്നതാണ് ആത്മീയതയുടെ അളവുകോൽ. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അമിതമായത് എന്തും കുറവാണ്. ഇവിടെ ഈശോ പറയുന്നുണ്ട്, നിനക്ക് അമിതമായ സമ്പത്തുണ്ട്, നിനക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നീ ചെയ്യുന്നുണ്ട്, കൽപ്പനകൾ പാലിക്കുന്നുണ്ട്, പക്ഷെ നിനക്ക് അമിതമായ സമ്പത്തുണ്ട്. അതായത് അമിതമായത് എന്തും അത് ഒരു കുറവാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നതുകൊണ്ടൊന്നും കരുതരുത്, അമിതമായ ഭക്തിയും അതൊരു കുറവാണ്. അമിതമായ ഭക്തി എന്ന് പറയുന്നത് എന്നതാണ്? എല്ലായ്പ്പോഴും പ്രാർത്ഥന 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 പ്രാർത്ഥന. കഞ്ഞി വയ്ക്കാൻ സമയമില്ല, മക്കളെ നോക്കാൻ സമയമില്ല, ജീവിത പങ്കാളിയെ നോക്കാൻ സമയമില്ല, കുടുംബത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയൊന്നാൻ സമയമില്ല. അമിതമായത് അത് അപകടകരമാണ്. ഇനി അമിതമായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ,
ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, സാമൂഹ്യ പ്രവർത്തനങ്ങളാണ്. ഒരുപാട് പേരെ സഹായിച്ച് നടക്കും. പ്രാർത്ഥിക്കാൻ സമയമില്ല, ഞായറാഴ്ച ദേവാലയത്തിൽ പോകാൻ സമയമില്ല, ഇനി ഭാര്യയോടും മക്കളോടും ഒപ്പമായിരിക്കാൻ സമയമില്ല. അതായത് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാതെ, ചെയ്യാൻ ഒരുപക്ഷെ പാടില്ലാത്തതല്ല, മറ്റു പലതിലേക്കും അമിതമായ ജാഗ്രത കൊണ്ടുപോകുന്നത് ഒരു തരം രക്ഷപ്പെടൽ തന്നെയാകാനും സാധ്യതയുണ്ട്. അമിതമായത് എന്ത് തന്നെയായാലും അതിനെ ഒന്ന് നോക്കിക്കാണുന്നത് നല്ലതാണ്. ഞാൻ വിദേശ രാജ്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പറയുന്ന പക്ഷേ നമ്മുടെ നാട്ടിലും ഇത് കേൾക്കുന്നവർക്കുമൊക്കെ ഒരു പ്രചോദനാത്മകമായ കാര്യം പറയാം. നമ്മളെല്ലാവരും വളരെ പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ തിരക്കിട്ട ലോകത്താണ് ജീവിക്കുന്നത്. തിരക്കിട്ട ഒരു ലോകത്ത് ഒന്നിനും സമയമില്ല, ഒരു ഹൈ ടെൻസ്ഡ് ലോകമാണ്. എന്തുകൊണ്ടാണ്? പണ്ട് കാലഘട്ടങ്ങളിൽ ഓഫീസ് ജോലികളൊന്നും അധികമില്ലായിരുന്നു. ഓഫീസ് ജോലി പണ്ട് കാലഘട്ടങ്ങളിൽ വളരെ കുറവായിരുന്നു. ഒന്നുമില്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുക, കലാലയങ്ങളിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഗവൺമെൻറ് ചില സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ളതായിരുന്നു ഒരുപാട് ഓഫീസ് ജോലികളെന്ന് പറയുന്നത്. മിക്കവാറും പേര് കാർഷിക മേഖലയിൽ ജീവിച്ചിരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അവർക്ക് റിലാക്സ് ചെയ്യാനും ഒക്കെ സമയമുണ്ടായിരുന്നു. മക്കളോടും ജീവിത പങ്കാളിയോടുമൊക്കെ ഒത്ത് ചെലവഴിക്കാൻ സമയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, സ്ഥിതിഗതികൾ മാറി. ഇന്ന് പ്രത്യേകിച്ച് IT മേഖലയിലും ഓഫീസ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഹൈ ടെൻസ്ഡാണ് അവർ. പ്രത്യേകിച്ച് ചിലവർക്ക് ആ ടാർഗറ്റ് പൂർത്തീകരിക്കണം. നിശ്ചിത ശതമാനം, ഇപ്പോൾ ബാങ്കിങ് മേഖലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര ശതമാനം ഫണ്ട് വരുത്തണം, ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ ഇത്ര ശതമാനം ബിസിനസ് നടക്കണം, മറ്റ് സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷിക്കൊത്ത് അവർക്ക് ഉയരണം, ഏത് സ്ഥാപനങ്ങളായാലും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സ്ട്രെസ്സ് മുഴുവനും ഇവർ താങ്ങുകയാണ്. ഇനി ഒരു പക്ഷേ അവർ ആ ജോലിക്ക് ഒരുപാട് ജോലി ചെയ്യുന്നു, പക്ഷേ ജോലിക്കൊത്തുള്ള വേതനം കിട്ടുന്നില്ല. വേതനം കിട്ടാത്തത് കൊണ്ട് ഈ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനുള്ള ബുദ്ധിമുട്ട്. വീട്ടിലാരെങ്കിലും രോഗിയായിരിക്കുമ്പോൾ അത് കടം വാങ്ങി ഒരു തവണ ചികിത്സിച്ചു, രണ്ടാമതും രോഗം വരുമ്പോൾ വീണ്ടും കടം വാങ്ങിക്കണം, മറ്റൊരാളോട് കടം വാങ്ങിയിട്ട് ആദ്യത്തെ കടം വീട്ടുന്നു. ഇങ്ങനെ ഒരുപാട് സ്ട്രെസ്സുമായിട്ടാണ് ഇവർ ജോലി ചെയ്യുന്നതും ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുന്നതും. സ്നേഹമുള്ളവരെ, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരെ, കുഞ്ഞു മക്കളും ജീവിത പങ്കാളിയല്ലേ മക്കളും ജീവിത പങ്കാളിയും ഒക്കെ വീട്ടിലുള്ളവരെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഞാൻ തന്നെയായിരുന്നാലും പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്, ജോലി സ്ഥാപനത്തിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്ത് യാത്ര തിരിക്കുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോൾ ജോലി സ്ഥലത്തെ ടെൻഷനും ആകുലതകളും അവിടെ ഇട്ടേച്ചു പോരുക. അത് അവിടെ തന്നെ മറന്നേക്കുക. അത് കൊണ്ടുവരുന്ന അമിതമായ ഭാരമാണ്. ജോലി സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ശകാരമേറ്റ് കാണും. നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലുമായിട്ട് കയർത്തിട്ടുണ്ടായിരിക്കും. ഇനി നാളത്തെ ജോലി ഭാരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും. എന്ത് തന്നെയായാലും ശരി, ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് വിദൂര രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഒരുപക്ഷെ ജീവിത പങ്കാളി ജോലിക്ക് പോയിട്ടുണ്ടാവില്ല, മക്കൾ ചിലപ്പോൾ കലാലയത്തിൽ നിന്ന് വന്നിട്ട് വീട്ടിലിരിക്കുന്നുണ്ടാകും. നീ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നോക്കി ഇരിക്കുകയാണ് ജീവിത പങ്കാളി, അപ്പൻ, അമ്മ എന്നിവരൊക്കെ വീട്ടിൽ. പക്ഷേ ഈ ജോലിയുടെ ടെൻഷൻ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴോ, ഈ ഭാര്യയുടെ സാമീപ്യം നിന്നെ ഇറിറ്റേറ്റഡ് ആക്കും. മക്കളുടെ ചോദ്യങ്ങൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തും. ഈ മക്കൾ പിന്നെ ചില ചോദ്യങ്ങൾ ആരോടാ പോയി ചോദിക്കുക? ഈ മക്കൾ ആരെയാ സമീപിക്കുക? അവർക്കൊരപ്പനല്ലേ ഉള്ളൂ, ഒരമ്മയല്ലേ ഉള്ളൂ. നിങ്ങൾ ജോലിക്ക് പോയി എന്ന് കരുതി നിങ്ങളുടെ സ്ട്രെസ് അവർ മനസ്സിലാക്കണം നിർബന്ധമില്ലല്ലോ. സ്നേഹമുള്ളവർ, അമിതമായത് എന്തും അത് നമ്മൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ വീട്ടിലേക്ക് ജോലി സ്ഥലത്ത് നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ അരമണിക്കൂറോ 30 മിനിറ്റോ 2 മണിക്കൂറോ 3 മണിക്കൂറോ, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ യാത്രയുണ്ടെന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ ഒതുങ്ങിത്തീരാവുന്ന, അണഞ്ഞു തീരാവുന്ന, ഉരുകിത്തീരാവുന്ന ടെൻഷനെ, ആകുലതകളെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. വീട്ടിൽ വരുമ്പോൾ ഒന്ന് പരിശ്രമിച്ച് നോക്കിക്കേ. എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് ഞാൻ വീട്ടിൽ വരുമ്പോൾ കുറച്ചുകൂടെ ശാന്തമായിട്ട്, ഞാൻ സുസ്മേരവദനയായി ഞാൻ വീട്ടിലേക്ക് വരും. ജീവിത പങ്കാളിയോട് ചോദിക്കുക, എന്നാ ഉണ്ട് വിശേഷങ്ങൾ, ചേട്ടായി സുഖമാണോ, എന്നാ ഉണ്ടടി വിശേഷങ്ങൾ. മക്കളെല്ലാവരും വിളിച്ച് അവരോട് സംസാരിക്കാൻ, മൊബൈൽ ഫോണൊക്കെ മാറ്റി വയ്ക്കുക. ചില മക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പനും അമ്മയും ജോലി സ്ഥലത്ത് നിന്ന് വന്നു, ഞങ്ങളോട് സംസാരിക്കാൻ സമയമില്ല, അവർ ഫുൾ ടൈം മൊബൈലിലാണ് എന്നുള്ളത്. മക്കൾ മാത്രമല്ല, നമ്മൾ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് വീട്ടിൽ വന്നാലും ഈ ജോലി സ്ഥലത്തെ ഹാങ് ഓവർ, മൊബൈലിലിരുന്നും വീട്ടിലും ലാപ്ടോപ്പിലിരുന്നും ജോലി ചെയ്യുന്നവരുണ്ട്. നമ്മളവരെ പല ബന്ധങ്ങളും തകരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമിതമായ ചില മേഖലയിലേക്കുള്ള അമിതമായ നമ്മുടെ ആകാംക്ഷ, അത് ചെയ്യുവാനുള്ള അമിതമായ താല്പര്യം, എന്നാൽ ചില മേഖലകൾ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ അവഗണിക്കുന്നത് തന്നെയാണ് വീഴ്ചകൾക്ക് കാരണം.
അതാണ് ഇവിടെ എന്താണ് എനിക്ക് കുറവ് എന്നൊരുത്തൻ ചോദിക്കുമ്പോൾ അവൻ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിനക്കൊരു കുറവുണ്ട്. സ്നേഹമുള്ളവരെ, അനുദിനം ഒരാത്മീയതയിൽ ഞാൻ എന്നും ചോദിക്കേണ്ട, എന്നും ചിന്തിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നതാണ് എൻ്റെ കുറവുകൾ എന്താണ്. അത് പുരോഹിതനായ ഞാനും കേൾക്കുന്നവരായ നിങ്ങളും പുരോഹിതരും സന്യസ്തരും സമർപ്പിതരും എല്ലാവരും ചിന്തിക്കണം, ഇന്ന് എൻ്റെ കുറവ് എന്താണ്, ഇനിയും ഞാൻ വളരേണ്ടതുണ്ട്. ഒരാളും പൂർണ്ണരല്ല, ഒരാളും പൂർണ്ണരല്ല. നമ്മളെല്ലാവരും ഇനിയും ആത്മീയതയിൽ വളരേണ്ടവരാണ്. സ്നേഹമുള്ളവരെ, ഇതാണ് ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത്, നമ്മുടെ കുറവുകൾ തിരിച്ചറിയുക. അമിതമായത് എന്താണ് എൻ്റെ ജീവിതത്തിൽ? ചിലപ്പോൾ പറയാറില്ല അമിതമായ വണ്ണം അത് ഒരു കുറവാണെന്ന്. ഇനി അമിതമായി മെലിയുന്നതും അതും ഒരു കുറവ് തന്നെയാണ്. എല്ലാം ഒരു ഏറ്റവും സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് പ്രകാരമാണ്, ഈ വ്യക്തിക്ക് ഈ അമിതമായ സമ്പത്തുണ്ടായിരുന്നു. ഒരുപാട് സമ്പത്തുണ്ടായപ്പോൾ അവന് ദൈവത്തെ ഓർക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇവൻ പറഞ്ഞ പ്രകാരമാണ്, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ കൂടുമ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് എൻ്റെ നേതാവ്. അതായത് സ്രഷ്ടാവിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് എന്തും അത് തിന്മയാണ്, അത് തെറ്റാണ്. ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് എന്തും തിന്മയാണ്, തെറ്റാണ്. നമുക്കറിയാമല്ലോ, ഒരുപാട് നമുക്ക് നല്ല കാര്യങ്ങൾ ഇന്ന് പിശാച് ഇറക്കുന്ന ഒരു വലിയൊരു വിത്താണ് അത്. എന്താണ്? സാമൂഹ്യ പ്രവർത്തനം. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും, പക്ഷേ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കത്തില്ല. ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കും, കുടുംബ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കില്ല, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് സമയം കണ്ടെത്തില്ല. അപ്പോൾ ഈശോയാണ് ഇതിൻ്റെ പിറകിലെല്ലാം. ദൈവം തന്നതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെല്ലാം എന്നുള്ളൊരു ബോധ്യവുമില്ല. ഞാനില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറയില്ലേ, ഞാനില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്നുള്ളൊരു ചിന്താഗതി. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിലെ കഥാപാത്രം മോശ ഇസ്രായേലിൻ്റെ ഒരു വലിയ നേതാവ്. ഈ മോശയ്ക്ക് പറുദീസ നഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ കാനാൻ ദേശത്തിൽ നിന്ന് മോശ പുറത്താക്കപ്പെടുവാൻ, അത് കാണാൻ കഴിയാതിരിക്കുവാനുള്ള കാരണം എന്തായിരുന്നു? വലിയ കാര്യമൊന്നുമല്ല. മോശയോടും അഹ്റോനോടും ദൈവം കൽപ്പിച്ചത് പ്രകാരമാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 7 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക, നീയും നിന്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കുവാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയോട് കൽപ്പിക്കാനേ പറഞ്ഞോളൂ വെള്ളം പുറപ്പെടുവിക്കാനായിട്ട്. ജനത്തിനും മൃഗങ്ങൾക്കും എന്നിട്ട് കുടിക്കാൻ കൊടുക്കുക. കൽപ്പന അനുസരിച്ച് മോശ കർത്താവിന് മുമ്പിൽ നിന്ന് വടിയെടുത്തു. കറക്റ്റാണ്. മോശ കൽപ്പന അനുസരിച്ച് കർത്താവിന് മുമ്പിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി. ഈ ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ അവർക്ക് തോന്നി അവരാരോ ആണെന്ന്, അല്ലെ, അവരാരൊക്കെയാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് വരികയാണ്. പിന്നീടുള്ള വചനം നിങ്ങൾ വായിച്ചു നോക്കിക്കേ. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ. മോശയുടെ ടോൺ മാറുന്നു. ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? ദൈവമായ കർത്താവാണ് വെള്ളം പുറപ്പെടുവിക്കുന്ന വ്യക്തി എന്ന് മോശ മറക്കുകയാണ്. അതായത് മോശയുടെ ശക്തിയോ മോശയുടെ കരങ്ങളിലിരിക്കുന്ന വടിയുടെ ശക്തിയോ മോശയുടെ അധരത്തിൻ്റെ ശക്തിയോ അല്ല, ഇതിലൂടെ പ്രവർത്തിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ദൈവമായ കർത്താവാണ്. ഒരു സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തണമെന്നുണ്ടെങ്കിൽ സ്വിച്ചിൻ്റെ പവറല്ല അത്, അതിൽ ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ വെട്ടം വരുന്നത് എന്നുള്ള ചിന്ത നമുക്കെല്ലായ്പ്പോഴും വേണം. സ്നേഹമുള്ളവരെ, ഈ മോശ പിന്നീട് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ ചെയ്തു ഇപ്രകാരം ചെയ്യുകയാണ്. പിന്നീട് മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടി കൊണ്ട് അടിച്ചു. കർത്താവ് ആജ്ഞാപിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, നിങ്ങൾ ആജ്ഞാപിച്ചാൽ മതി. പക്ഷെ മോശ 2 പ്രാവശ്യം വടി കൊണ്ടടിച്ചു. ആ അടിയേറ്റത് ദൈവപിതാവിൻ്റെ നെഞ്ചിനകത്താണ്. ആ അടിയേറ്റത് അഹങ്കാരത്തിൻ്റെ വടി കൊണ്ട്, താൻ പോരുമയുടെ വടി കൊണ്ട്. മോശയുടെ ആ പ്രഹരം പാറമേലല്ല, അത് ഏറ്റത് ദൈവത്തിൻ്റെ നെഞ്ചത്താണ്. എന്നിട്ടും സ്നേഹമുള്ളവരെ, ആ പാറയിടയ്ക്കിൽ നിന്ന് ദൈവം ജലം വർഷിച്ചു എന്നുള്ളതാണ് കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നത്. പിന്നീട് പറയുന്ന പ്രകാരമാണ്, ധാരാളം ജലം പ്രവഹിച്ചു, അവരെല്ലാവരും അതിനകത്ത് കുടിച്ചു. ഇസ്രായേൽ എൻ്റെ വിശുദ്ധി, എന്നിട്ട് ദൈവം പറയുകയാണ്, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെത്തിക്കുന്നത് നിങ്ങൾ ആയിരിക്കുകയില്ല. ആലോചിച്ച് നോക്കിക്കേ, ദൈവത്തെക്കാൾ ഉപരി ഒരാൾ അവനവനെ തന്നെ ഉയർത്തുന്നതാണ് ആത്മീയതയിലെ
പതനം. ഇവിടെ ഈ ധനികനായ യുവാവ് അത് തന്നെയാണ്. ദൈവത്തെക്കാൾ ഉപരി അവൻ അവനെ തന്നെയാണ് ഉയർത്തിയത്. അവൻ വലിയവനായിട്ട് കണക്കാക്കി. അവനുണ്ടാക്കിയ സമ്പാദ്യം, അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്താ അർത്ഥം വരുന്നത്? അപ്പോൾ ആത്മീയതയിലെ രണ്ടാമത്തെ അപച്യുതി എന്ന് പറയുന്നത്, സ്നേഹമുള്ളവരെ, ഒരാൾ സ്രഷ്ടാവിനെ മറക്കുക, ദൈവത്തെ മറക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ പാടുന്നൊരു ഗാനമുള്ള ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതേ എന്നുള്ളത്. നമ്മളെപ്പോഴും ദൈവവിചാരം ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും നമുക്ക് ദൈവവിചാരം ഉണ്ടായിരിക്കണം സ്നേഹമുള്ളവരെ. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയുണ്ടല്ലോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ഈശോ അങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ തന്നെ ആദ്യത്തെ വരി തന്നെ എന്താണ്? സ്വർഗത്തിലൊരു അപ്പനുണ്ട്, പിതാവുണ്ട്, അതായത് നിനക്ക് മുകളിലൊരു ദൈവമുണ്ട്. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഏറ്റവും കാതലായ ഭാഗങ്ങളിലൊന്ന്. അതായത് നിനക്ക് മുകളിൽ ഒരു അപ്പനുണ്ട്, അത് നീ മറക്കാതിരിക്കുക. നീയല്ല സർവസ്വം. നിൻ്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടോ, ദുരിതമുണ്ടോ, നിൻ്റെ ജീവിതത്തിൽ സമ്പാദ്യമുണ്ടോ, കഴിവുണ്ടോ, നിനക്ക് മികവുണ്ടോ, എന്തുണ്ടായാലും നിനക്ക് മുകളിൽ ഒരു ദൈവമുണ്ട്, അത് നീ മറക്കരുത്. അത് തന്നെയല്ല ഒന്നാം പ്രമാണം. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവവും മറ്റൊന്നും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വസ്തുവോ വ്യക്തിയോ മറ്റേത് സ്ഥലമോ ഒന്നും തന്നെ ഉണ്ടാകരുത്. ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, വൈദികർക്ക് ഒരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ സമർപ്പിതർക്കും വൈദികർക്കൊക്കെ ട്രാൻസ്ഫർ, സ്ഥലം മാറ്റം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല, ഒരു സ്ഥലവും ദൈവത്തെക്കാൾ ഉപരി ആ വ്യക്തിക്ക് പ്രിയപ്പെട്ടവരാകരുത്. ഒരു ഇടവും ദൈവത്തെക്കാൾ ഉപരി പ്രിയപ്പെട്ടതാകരുത്. ഒരു വ്യക്തിയും ദൈവത്തെക്കാൾ ഉപരി പ്രിയപ്പെട്ടതാകരുത്. അതിനാണ് ഈ സ്ഥലം മാറ്റം എന്നൊക്കെ കണക്കാക്കപ്പെടുന്നത് സ്നേഹമുള്ളവരെ. ഒരുപക്ഷെ കുടുംബജീവിതക്കാർക്ക് അതില്ല. എന്തുകൊണ്ടാണ്? ആ കുടുംബം അവർ പ്രധാനപ്പെട്ടതാകണം എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടാണ് സ്ഥലം മാറ്റമില്ലാത്തത്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഈ സ്ഥലം മാറ്റമുണ്ട് സ്നേഹമുള്ളവരെ. അപ്പോൾ രണ്ടാമത്തെ പാഠം ഇപ്രകാരമാണ്: ദൈവത്തെക്കാൾ ഉപരിയായി ഒന്നും ഉണ്ടാകരുത്. മൂന്നാമത്തെ ഒരു പാഠം ഇപ്രകാരം പറയുകയാണ്: ഇവൻ ദുഃഖിതനായി തിരിച്ചുപോയി എന്ന് പറയുന്നത്. ദുഃഖിതനായി തിരിച്ചുപോയി. എന്തുകൊണ്ടാണ്? അവന് ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ കഴിഞ്ഞില്ല. എന്താണ് ദൈവകൃപയിൽ ആശ്രയിക്കുക? ഈ സമ്പാദ്യം നേടാൻ എനിക്ക് കഴിവ് നൽകിയത് ദൈവമാണ്. ഈ സമ്പാദ്യം ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്താലും ദാതാവായ ദൈവം ഇതിൻ്റെ ഇരട്ടിയായി എനിക്ക് നൽകുമെന്നുള്ളൊരു ചിന്ത അവന് നഷ്ടപ്പെട്ടു. സ്നേഹമുള്ളവരെ, നമുക്ക് പലപ്പോഴും നമുക്ക് ഒരുപാട് സമ്പത്തുള്ളവർക്ക് പോലും ദാനം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താണ്? ദാനം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ദാതാവിൽ വിശ്വാസമില്ലാത്തതാണ്. എനിക്ക് ഇത് ഞാൻ തന്നെ നേടിയതാണ് എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ കൊടുക്കാൻ പറ്റില്ല, കൈ കുറുകിപ്പോകും. അതുകൊണ്ടല്ലേ ദൈവത്തെക്കുറിച്ചുള്ള വചനം പറയുന്നത് എന്താണ്? യെശയ്യാ 59:1 പറയുന്നില്ലേ, രക്ഷിക്കാനാകാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കുറുകാത്ത കരങ്ങളുള്ളവനാണ് കർത്താവ്. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു നേച്ചർ, ദൈവത്തിൻ്റെ ഒരു രൂപം അവിടെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് രക്ഷിക്കാൻ കഴിയാത്ത വിധം കരം കുറുകിപ്പോകാത്തതാണ്. അത് രക്ഷിക്കാവുന്ന രീതിയിൽ കരം നീട്ടുന്നവനാണ്, കൊടുക്കുന്നവനാണ്, ഇങ്ങനെ ആശ്ലേഷിക്കുന്നവനാണ് ദൈവം. അനുകമ്പയുള്ളവനാണ് ദൈവം, കരുണയുള്ളവനാണ് ദൈവം, നിന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ് ദൈവം. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക. അങ്ങനെയുള്ള ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. ദൈവം കാരുണ്യവാനാണ്, ഈ ദൈവം എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്നുള്ളൊരു ഉറപ്പ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് സ്നേഹമുള്ളവരെ. അതുകൊണ്ടാണ് ഈ യുവാവ് എത്ര പെട്ടെന്നാണ് തിരിച്ചു പോകുന്നത് ആലോചിച്ച് നോക്കിയാൽ. അവൻ എത്രയോ ആകാംക്ഷയോടുകൂടി വന്നു, സ്നേഹത്തോടു കൂടി വന്നു, ഈശോയുടെ അടുത്ത് വന്നിട്ട് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകി. പക്ഷേ അവനൊരു കുറവുണ്ട്, പണം നീ വ്യയം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവനത് പറ്റാതെ സങ്കടത്തോടെ പോയി. ഈശോ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമുണ്ട് സ്നേഹമുള്ളവരെ. ഈ ലോകത്ത് സമ്പാദിച്ചു കൂട്ടുന്നതെല്ലാം എന്തു തന്നെയായാലും, ഭൗതികമായത് എന്തു തന്നെയായാലും അതെല്ലാം നശിക്കും. ഉറപ്പുള്ള കാര്യമാണ്. സ്വർഗത്തിൽ നീ നിക്ഷേപം കൂട്ടണം എന്നല്ല ഈശോ പറഞ്ഞിരിക്കണേ, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സമയമുള്ളപ്പോൾ വായിക്കേണ്ട ഒരു ഭാഗമാണ്. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം. പൗലോസ് ഒരു അപ്പോസ്തലനായി ഉയർത്തപ്പെട്ട് കഴിഞ്ഞ് പൗലോസ് തന്നോട് തന്നെ പറഞ്ഞു വയ്ക്കുന്ന, അല്ലെങ്കിൽ തന്നെ ചുറ്റും കൂടിയ കൊരിന്തോസ് ജനത്തിനോട് പറയുന്ന ഒരു വളരെ മനോഹരമായൊരു സദ്വാർത്തയുണ്ട്. എന്താണെന്ന് അറിയുമോ? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായം. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു.
ഇനി ശ്രദ്ധിച്ച് വായിക്കണേ, 8-ാം തിരുവചനം. ഏറ്റവും ഒടുവിൽ അകാലജാതന് എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് അകാലത്തിൽ ജന്മം കൊണ്ട ഒരു വ്യക്തിക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ അവിടുന്ന് ഈശോ എൻ്റെ ജീവിതത്തിലും ഇടപെട്ടു. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണേ. അപ്പോസ്തലന്മാർക്കിടയിൽ ഏറ്റവും പഠിപ്പുള്ള വ്യക്തിയാണ് ആര്? പൗലോസ്ലീഹ. ഗമാലിയേലിൻ്റെ കലാലയത്തിൽ പഠിച്ചവൻ, ഒരു തികഞ്ഞ യഹൂദ പണ്ഡിതനായിരുന്നു അവൻ. അവൻ പറയുകയാണ്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്തലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനാണ്. അവൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവൻ്റെ പാപത്തിൻ്റെ ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് തികട്ടി വന്നു. ആ പാപത്തിലായിരിക്കെ തന്നെ ദൈവം അവനെ വിളിച്ചു, വിശുദ്ധീകരിച്ചു, ക്രിസ്തു അവനെ സ്വന്തമാക്കി. ഇത് അവൻ ഓർക്കുകയാണ്. പിന്നീട് വചനം പറയുന്നത് പ്രകാരമാണ്, 1 കൊരിന്തോസ് 15:10, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. എത്രയും മനോഹരമായ ബോധ്യമാണ് സ്നേഹമുള്ളവരെ. ഒരാൾ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉയരുമ്പോൾ സമ്പാദ്യം ചിലപ്പോൾ സമ്പാദ്യത്തിലൂടെ ദൈവം ഒരാളെ ഉയർത്തി, ജോലിക്ക് ഒരു ഉന്നതി കിട്ടി, നല്ല ശമ്പളം കിട്ടി, നല്ല വീട് കിട്ടി, സത് സ്വഭാവമുള്ള മക്കളെ കിട്ടി, നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടി. ഇത് എൻ്റെ കഴിവ് എന്ന് ചിന്തിക്കരുത് സ്നേഹമുള്ളവരെ. ഞാൻ ഏതൊരവസ്ഥയിലും ദൈവം എന്നെ ഉയർത്തി, അതൊരിക്കലും മറക്കരുത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാൻ അധ്വാനിച്ചു, എന്നാൽ എന്നേക്കാൾ ഉപരിയായി അധ്വാനിച്ചത് ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ്. ദൈവമാണ് എനിക്ക് വേണ്ടി ഇത് പ്രവർത്തിച്ചത്. ഈ ഒരു ബോധ്യം നമ്മളിൽ ആഴപ്പെടണം സ്നേഹമുള്ളവരെ. ഈ ഒരു ബോധ്യം ആഴപ്പെട്ട് കഴിഞ്ഞപ്പോൾ വചനം പ്രഘോഷിക്കുന്ന ഞാൻ എൻ്റെ കഴിവിൽ തന്നെ അഹങ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദൈവത്തിന് മഹത്വമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു നന്നായിട്ട് പാട്ട് പാടുന്നൊരു പയ്യനുണ്ട്. ആ പാട്ട് പാടുന്ന പയ്യനോട് നന്നായിട്ട് നീ പാടി നല്ല പ്രവൃത്തികൾ ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് പറയുന്ന ഒരു ഭാഗമാണ്, ഓൾ ഗ്ലോറി ടു ഗോഡ് ഫാദർ, ഓൾ ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെ ആരെങ്കിലും പ്രശംസിക്കുമ്പോൾ നീ പബ്ലിക്കായിട്ട് പറഞ്ഞില്ലെങ്കിലും പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊന്ന് പറയാൻ പറ്റുമോ, ഓൾ ഗ്ലോറി ടു ഗോഡ്, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുക. നമ്മൾ ഈ ചിന്തകളൊക്കെ ഒന്ന് സമാഹരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഈ ധനികനായ യുവാവ് അവൻ ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ചോദ്യം, എനിക്കെന്താണ് കുറവ്? സ്വന്തം കുറവ് മനസ്സിലാക്കുന്നത് ആത്മീയതയുടെ ലക്ഷണമാണ്. അമിതമായത് എന്തും കുറവാണ്. രണ്ടാമത്തെ ആശയം നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട ആശയം ഇതാണ്, സ്രഷ്ടാവിനേക്കാൾ ഉപരി ഒന്നിനും പ്രാധാന്യം കൊടുക്കാതിരിക്കുക. മൂന്നാമത്തത്, നാം എന്തൊക്കെ നേടിയോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവമാണ് സർവസ്വം, ദൈവമാണ് സർവ്വതും എന്നുള്ളൊരു ചിന്തയിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കരങ്ങൾ കൂപ്പി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുറവുകൾ എന്നും മനസ്സിലാക്കി തരുവാനുള്ള കൃപ, അത് മനസ്സിലാക്കി തരുമ്പോൾ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കഴിവിലോ, ഞങ്ങളുടെ സമ്പത്തിലോ, ഞങ്ങളുടെ ആരോഗ്യത്തിലോ, സൗന്ദര്യത്തിലോ, ഞങ്ങളുടെ തലമുറയിലോ ഒന്നും അഹങ്കരിക്കാതിരിക്കുവാനുള്ള, ഈശോയെ ഞങ്ങൾക്ക് ലഭിച്ചതെല്ലാം നിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ കുറവുകളിൽ നിന്നിൽ ആശ്രയിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ലാസലേറ്റ് മാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ, സകല മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.